കിളിമാനൂർ കൂട്ടബലാത്സംഗ കേസിൽ ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മൃഗീയമായ ക്രൂരമായ പീഡനത്തിൻ്റെ കഥകളാണ്. MDMA ഉപയോഗിച്ച പ്രതികൾ അതിൻ്റെ ലഹരിയിൽ ഒരു 16 വയസ്സുകാരിയെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. MDMAയുടെ ലഹരിയിൽ രണ്ടാം പ്രതിയായ കമാൽ നഗ്നയാക്കിയ ശേഷം പെൺകുട്ടിയെ റബ്ബർ തോട്ടത്തിൽ വലിച്ചിഴച്ചു. കുട്ടിയെ കൊലപ്പെടുത്തുന്നതിനെക്കുറിച്ചും പ്രതികൾ പദ്ധതിയിട്ടിരുന്നു. ഞാൻ ആർ ശ്യാംബാബു, മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. IS തീവ്രവാദികൾ യസീദി പെൺകുട്ടികളോട് ചെയ്ത കൊടുംപീഡനത്തിന്റെ കഥകൾ കേട്ടിട്ടില്ലേ? അതിന് സമാനമായ പീഡനമാണ് കിളിമാനൂരിലെ 16 വയസ്സുകാരി ഞായറാഴ്ച രാത്രി റബ്ബർ തോട്ടത്തിൽ അനുഭവിച്ചത്. MDMA അമിത അളവിൽ ഉപയോഗിച്ച കേസിലെ രണ്ടാം പ്രതിയായ കമാൽ മണിക്കൂറുകളോളം പെൺകുട്ടിയെ ഉപദ്രവിച്ചു. ആദ്യം വസ്ത്രം പിടിച്ചു വാങ്ങി ദൂരേക്കെറിഞ്ഞ കമാൽ ബലാത്സംഗത്തിന് ശേഷം തോട്ടത്തിൽ പെൺകുട്ടിയെ വലിച്ചിഴച്ചു. പ്ലാറ്റ്ഫോമിലൂടെ താഴേക്ക് ഉരുട്ടിവിട്ടു. ഇലകളും മണ്ണും വാരി ശരീരത്തിൽ വിതറി. കഴുത്തിൽ ശ്വാസം മുട്ടിച്ച് രസിച്ചു. അർത്ഥബോധാവസ്ഥയിലായ പെൺകുട്ടിയെയാണ് രാഖിൽ ഉപദ്രവിച്ചത്. തോട്ടത്തിൽ നിന്നും ഇയാൾ പെൺകുട്ടിയെ സമീപമുള്ള ഷെഡിലേക്ക് എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടെ പെൺകുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും പിന്നാലെ എത്തിയ കമാലും രാഖിലും ചേർന്ന് പെൺകുട്ടിയെ മർദ്ദിക്കുകയും വീണ്ടും പീഡിപ്പിക്കുകയും ചെയ്തു. കമാലും ഹുസൈനും രാഖിലും പീഡനം നടന്ന ദിവസം രാവിലെ മുതൽ MDMA ലഹരിയിലായിരുന്നു. ഇവർ ഇതിന് അഡിക്റ്റ് ആണെന്നും ലൈംഗിക വൈകൃതം ഉള്ളവരാണെന്നും പോലീസ് പറയുന്നു. കുട്ടിയുടെ കാമുകനായ ഹുസൈൻ പെൺകുട്ടിക്കും MDMA നിർബന്ധിച്ച് നൽകിയിരുന്നു. വർക്കല ഇടവ സ്വദേശിയായ ഹുസൈനാണ് ഈ കേസിലെ ഒന്നാം പ്രതി. പ്രണയം നടിച്ച് ഹുസൈൻ 16 വയസ്സുകാരിയെ വശത്താക്കുകയായിരുന്നു. തുടർന്ന് ഞായറാഴ്ച രാത്രിയോടെ അരിവാരിക്കുഴിയിലെ തോട്ടത്തിൽ പെൺകുട്ടിയെ ഹുസൈൻ എത്തിച്ചു. ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടിയെ ഹുസൈൻ പരിചയപ്പെടുന്നത്. തുടർന്ന് പ്രണയത്തിലാവുകയും വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തു. പെൺകുട്ടിയെ രാത്രി ആരും അറിയാതെ വീട്ടിൽ നിന്നും ഇറക്കാനാകുമെന്ന് മനസ്സിലായതോടെയാണ് പ്രതികൾ പീഡനത്തിന് പദ്ധതി തയ്യാറാക്കിയത്. അരിവാരിക്കുഴിയിലെ തോട്ടം തിരഞ്ഞെടുത്തത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷമായിരുന്നു. ഞായറാഴ്ച രാത്രി 12 മണിയോടെയാണ് കുട്ടിയെ ഹുസൈൻ തോട്ടത്തിലെത്തിച്ചത്. തുടർന്ന് ഇയാൾ കുട്ടിയെ പീഡിപ്പിച്ചു. ഇത് കണ്ടുവെന്ന രീതിയിൽ തോട്ടമുടമയായി നടിച്ചാണ് കമാലിന്റെ വരവ്. കമാലിന്റെ കയ്യാളെന്ന റോളായിരുന്നു രാഖിലിൻ്റെത്. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായി പെൺകുട്ടിയെ കൊലപ്പെടുത്താനും പ്രതികൾ പദ്ധതിയിട്ടു. എന്നാൽ ഹുസൈനൊപ്പം പോകുന്നുവെന്ന് പെൺകുട്ടി നേരത്തെ തന്നെ അടുത്ത സുഹൃത്തായ മറ്റൊരു പെൺകുട്ടിയോട് പറഞ്ഞിരുന്നു. ഇതാണ് കൊലപാതകത്തിൽ നിന്നും പ്രതികൾ പിന്തിരിയാൻ കാരണം. മറ്റു പെൺകുട്ടികളെയും സമാനമായ രീതിയിൽ പ്രതികൾ ഇരയാക്കിയിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. 3 പ്രതികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് കമാൽ. കമാലിൻ്റെ പ്രായം 19 വയസ്സ്. ഡൽഹി നിർഭയ കേസ് പോലെ തന്നെ ഇവിടെയും പ്രായം കുറഞ്ഞ പ്രതി തന്നെയാണ് ആ പെൺകുട്ടിയോട് ഏറ്റവും ക്രൂരമായി പെരുമാറിയത്. ഈ കേസിൻ്റെ വിശദാംശങ്ങൾ രേഖകളിൽ പകർത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ വരെ കമാലിൻ്റെ ചെയ്തികൾ കണ്ട് മൂക്കത്ത് വിരൽ വെച്ചു. ക്യാമറമാൻ പ്രണവിനൊപ്പം ആർ ശ്യാംബാബു, മീഡിയ മലയാളം.